Hi all, welcome to my channel. ഇന്ന് നമുക്ക് ഒരു പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു പോർക്ക് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പലർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, നല്ലതായിട്ട് പോർക്ക് ഉണ്ടാക്കും അവള്. അപ്പോൾ അവളെ കൊണ്ട് ഞാൻ റോസ്റ്റ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പോർക്ക് കഴിക്കാത്തതുകൊണ്ട് ഞാനത് അധികം ഉണ്ടാക്കാറില്ല, എന്നാലും ഞാൻ അത്യാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പോർക്ക് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതാ നല്ല ഉരുളിയിലൊക്കെ നല്ലോണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങളെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പോർക്ക് റോസ്റ്റ് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊലിയും നെയ്യും കൂടിയ ഭാഗം, പിന്നെ നല്ല ഫ്ലഷ് വേറെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് നമുക്ക് ഇതിൻ്റെ ഇറച്ചി വാങ്ങാൻ കിട്ടുന്നത്. ഇനി ആ നെയ്യും തൊലിയും ചേർന്ന ആ പാകം നമ്മൾ ഉരുക്കിയെടുക്കണം. അതിലെ ആ നെയ്യ് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഹെൽത്ത് വൈസും നല്ലതാണ്. അതുപോലെ തന്നെ ഇറച്ചി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി നല്ല ഫ്ലഷ് നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മസാലകളും കൂടി ചേർക്കാനുണ്ട്. കുരുമുളക്, പെരിഞ്ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, ഇത്രയുമാണ്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നും പകുതി മസാല നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പോർക്കിന് ഒരുപാട് മസാലകളൊക്കെ ചേർക്കേണ്ടി വരും. അതായത് ബീഫിന് ചേർക്കുന്നതിൻ്റെ 3 ഇരട്ടി മസാല ചേർക്കണം എന്നാണ് പറഞ്ഞത്, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ എല്ലാം എടുത്തിട്ട് ഇതുപോലെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉരുക്കാൻ വെച്ചത് നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നെയ്യ് കുറവാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് നെയ്യ് ഇളകി വരും, അല്ലെങ്കിൽ പാത്രം നിറച്ച് നെയ്യായിരിക്കും അത്രേ. ഇപ്പം മുഴുവൻ നെയ്യും ഉരുകിയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇത് നമ്മളിനി മറ്റേ കുക്കറിൽ വെച്ച ഫ്ലഷിൻ്റെ കൂടെ ഇട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം. ഇപ്പം ഏകദേശം കുക്കർ ഒരു 4 വിസിൽ കേട്ടിട്ടുണ്ട്. പോർക്കിൻ്റെ മീറ്റ് വേവാനായിട്ട് ഒരു 8-9 വിസിലോളം കേൾക്കണം, എന്നാലേ നല്ലവണ്ണം വേവുള്ളൂ. നല്ലവണ്ണം പോർക്ക് ഇറച്ചി വേവിച്ച് മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ നെയ്യെല്ലാം നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ കുക്കർ 4 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ കഷ്ണങ്ങളും കൂടി ഇതിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു 4 വിസിലും കൂടി കേൾക്കണം. ആ സമയത്ത് നമുക്കിവിടെ ഉരുളി വെച്ചിട്ട് കുറച്ച് ആ ഉരുക്കിയ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പുപൊടി തൂക്കി കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി പൊടിച്ച മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർക്കണം. വീണ്ടും മീറ്റ് മസാല അതാണ് പിന്നെ മെയിനായിട്ട് ചേർക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വെന്തിട്ടുമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൊരിയിച്ചെടുക്കണം. അതായത് മസാലകളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കണം. ഇതിപ്പം പച്ചമണമൊക്കെ മാറി നല്ലവണ്ണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചിരിക്കുന്ന പോർക്ക് ഇടാം. അതായത് ഇപ്പോൾ ഇതേ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ ഒരു 8 വിസിൽ കേട്ടപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എത്ര ഇടുന്നോ അത്രയും നല്ലതാണ്. പോർക്കിന് കുരുമുളക് എപ്പോഴും കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ല സെപ്പറേറ്റ് ചെയ്ത് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ബിനിയുടെ പോർക്ക് റോസ്റ്റ് ഫേമസ് ആണ്. അതാണ് ഞാൻ ബിനിയെ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിച്ചത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.